നമുക്ക് നമ്മുടെ 1-ാം ക്ലാസ്സിലെ ആദ്യത്തെ പാഠം തുടങ്ങാം അല്ലേ? മലയാളത്തിൽ. ഇതിനു മുൻപ് നിങ്ങളെല്ലാവരും സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും വ്യക്തമായി പഠിച്ചല്ലോ അല്ലേ? നന്നായിട്ട് എഴുതാൻ പഠിച്ചില്ലേ? ഇനി നമുക്ക് 1-ാമത്തെ പാഠം തുടങ്ങാം. എന്താ പാഠത്തിൻ്റെ പേര്? പറവകൾ പാറി. എന്താ പേര്? പറവകൾ പാറി. ഇനി നമുക്ക് ഒരു ചെറിയ കവിത ചൊല്ലാം അല്ലേ? അതിനു മുൻപ് എന്തൊക്കെ ഈ പേജിനകത്ത്, നിങ്ങളുടെ പുസ്തകം തുറന്നു നോക്കൂ, ഇതിനകത്ത് എന്തെല്ലാം ഉണ്ട്, ഏതെല്ലാം കിളികളാണ് ഇതിനകത്തുള്ളത്? ഒരുപാട് കിളികളെ കാണുന്നില്ലേ? ഏതൊക്കെ കിളികളാണ് നമുക്കിതിനകത്ത് കാണാൻ കഴിയുന്നത്? കാക്ക, അതെ, എന്താ ഉള്ളത്? കാക്കയുണ്ട്, തത്തയുണ്ട്, പ്രാവുണ്ട്, പൊന്മാനുണ്ട്, അങ്ങനെ ഒരുപാട് കിളികളുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് കിളികളെ അറിയില്ലേ നിങ്ങൾക്ക്? അവയുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞു നോക്കൂ. എല്ലാ കിളികളുടെയും പേര് പറഞ്ഞു നോക്കൂ. ഇനി നമുക്ക് ഈ പാട്ടൊന്ന് പാടാം. പടപട പടപട പറവകൾ പാറി, തന 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 തനുതിന താന. ഒന്നുകൂടി പാടിക്കേ. പടപട പടപട പറവകൾ പാറി, തന 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 തനുതിന താന. ഒന്നുകൂടി പാടിക്കേ. കലപില കലപില പറവകൾ പാറി, തന 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 തനുതിന താന. ഇനി നമുക്ക് കുറച്ച് പക്ഷികളെക്കുറിച്ചും അവയുടെ പേരും നിറവും പഠിക്കാം അല്ലേ? നിങ്ങളെല്ലാവരും ഇത് നന്നായി പറഞ്ഞു പഠിക്കണം, എഴുതിയും പഠിക്കണം കേട്ടോ. നമുക്ക് നോക്കാം. ഇതേത് പക്ഷിയാണ്? കാക്ക. കാക്കയുടെ നിറം എന്താണ്? കറുപ്പ്. കാക്ക നിറം എന്താണ്? കറുപ്പ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത പക്ഷി ഏതാണ്? തത്ത. അല്ലെ, എന്ത് ഭംഗിയാലേ കാണാൻ. നമുക്ക് എല്ലാവർക്കും അറിയില്ലേ ഇതേത് കിളിയാണെന്ന്? ഏതാണ്? തത്ത. തത്തയുടെ നിറം പച്ച. തത്തയുടെ നിറം ഏതാണ്? പച്ച. ഇനിയോ ഇതാരാണ്? പരുന്ത് അല്ലേ? പരുന്തല്ലേ ഇത്? പരുന്തിൻ്റെ നിറം എന്താണ്? കാപ്പി നിറമാണല്ലേ? ബ്രൗൺ കളറല്ലേ പരുന്തിനുള്ളത്? ഇത് പരുന്താണ്. കാപ്പി നിറമാണ് പരുന്തിനുള്ളത്. ഇനിയോ ഇത് മൂങ്ങ. മൂങ്ങയ്ക്ക് എന്ത് നിറമാണുള്ളത്? മൂങ്ങയ്ക്കും കാപ്പി കളർ തന്നെയാണല്ലേ? മൂങ്ങയ്ക്കും ഏത് തന്നെയാണ്? ബ്രൗൺ നിറം തന്നെയാണുള്ളത്. ഇനിയോ നല്ല ഭംഗിയല്ലേ? ഇതാരാണ്? പൊന്മാൻ. പൊന്മാൻ്റെ നിറം ഏതാണ്? നീല നിറം. ഇതേത് പക്ഷിയാണ്? പൊന്മാൻ. പൊന്മാൻ്റെ നിറം നീല. പറഞ്ഞു പഠിക്കണേ, എൻ്റെ കൂടെ ഇങ്ങനെ പറഞ്ഞു പഠിക്കണം കേട്ടോ. ഇതോ മയിൽ. മയിലിൻ്റെ നിറം നീല. ഇതേതാണ് പക്ഷി? മയിൽ. എല്ലാവർക്കും അറിയാമല്ലേ? നിങ്ങളെല്ലാവരും മയിലിനെ കണ്ടിട്ടില്ലേ? ഇനി ഇതാരാണ്? പ്രാവ്. പ്രാവിന് നല്ല വെള്ള നിറമാണല്ലേ? ഇതാരാണ്? പ്രാവ്. പ്രാവിൻ്റെ നിറം എന്താണ്? വെള്ള നിറമാണ് പ്രാവിനുള്ളത്. ഇനി ഇതോ മഞ്ഞക്കിളി. മഞ്ഞക്കിളിക്ക് മഞ്ഞ നിറമാണല്ലേ? മഞ്ഞക്കിളിക്ക് എന്ത് നിറമാണുള്ളത്? മഞ്ഞ നിറമാണുള്ളത്. ഇനി നമുക്ക് ഈ പക്ഷികളെയും അവയുടെ തൂവലുകളെയും കുറിച്ചൊന്ന് നോക്കാം. തൂവലുകളെ ഒന്ന് പരിചയപ്പെടാം. നിങ്ങളെല്ലാവരും ഒരു നോട്ട്ബുക്ക് എടുത്ത് അതിനകത്ത് ഓരോ പക്ഷികളുടെയും തൂവലുകൾ ശേഖരിച്ച് ഒട്ടിച്ച് വെക്കണം കേട്ടോ. ഇവിടെ നമുക്ക് കുറച്ച് പക്ഷികളെയും നമ്മൾ നേരത്തെ പരിചയപ്പെട്ട പക്ഷികളെ തന്നെ നോക്കാം. എന്നിട്ടോ അവരുടെ തൂവലുകളും ഒന്ന് നോക്കാം. അവയൊന്ന് ശേഖരിക്കാം അല്ലേ? ഇതിൽ കാണുന്നുണ്ടോ? നിങ്ങൾക്ക് വ്യക്തമായി കാണുന്നുണ്ടോ? നമുക്ക് വ്യക്തമായി കാണാം. ഓരോ പക്ഷികളെയും അവരുടെ തൂവലുകളെയും നമുക്ക് കാണാം. കണ്ടോ? പറവകൾ പാറി, പറവകൾ പാടി, തനുദിന തനുദിന തൂവലുതാ. ഇനി നമുക്ക് ഓരോ പക്ഷിയും അവരുടെ തൂവലിനെയും ഒന്ന് വ്യക്തമായിട്ട് പരിചയപ്പെടാം. നോക്കൂ, ഇത് കാക്കയാണെന്നറിയാമല്ലോ. കാക്കയുടെ തൂവൽ ഏതാ? ഇങ്ങനെയല്ലേ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്? കാക്കയുടെ തൂവൽ ഇതാണ് ഒട്ടിക്കേണ്ടത് കേട്ടോ. ഇനി ഇതോ തത്ത. തത്തയുടെ തൂവൽ ഏതാണ്? ഇതാ. ഇനിയോ പരുന്ത്. പരുന്തിൻ്റെ തൂവലോ നമുക്കറിയാമല്ലോ അല്ലേ? ഇത് പരുന്തിൻ്റെ തൂവൽ തന്നെയാണ്. ഇനി മൂങ്ങ. മൂങ്ങയുടെ തൂവൽ ഏതാണ്? ഇതാകട്ടെ മൂങ്ങയുടെ തൂവൽ.
പൊന്മാൻ. പൊന്മാൻ്റെ തൂവൽ എന്ത് ഭംഗിയാണല്ലേ കാണാൻ. ഇനി മയിൽ. മയിലിൻ്റെ മയിൽപ്പീലി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ മയിൽപ്പീലി. ഇനി പ്രാവ്. അയ്യോ, വെള്ളത്തൂവൽ എന്ത് ഭംഗിയാണല്ലേ വെള്ളത്തൂവൽ. ഇതൊക്കെ എല്ലാവരും തൂവലുകൾ ശേഖരിച്ച് വെക്കണം. അവയുടെ നിറം എന്താണെന്ന് പഠിക്കണം. ഓരോ പക്ഷിയുടെ പേരും അവയുടെ നിറവും എല്ലാം പഠിക്കണം കേട്ടോ. ഇനി മക്കൾക്കെല്ലാം ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് ക്രാഫ്റ്റ് ഇഷ്ടമല്ലേ? ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കുന്നതും അല്ലേ, നിറം കൊടുക്കുന്നതും അല്ലേ, നിങ്ങൾക്ക് വളരെ ഇഷ്ടമല്ലേ? ഇനി അതാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. എന്തുകൊണ്ടാണെന്നറിയോ? വീട്ടിൽ കിട്ടുമല്ലോ, വീട്ടിൽ മുട്ട പൊട്ടിച്ച തോടെല്ലാം ഉണ്ടാകും അല്ലേ, കോഴിമുട്ടയോ താറാവ് മുട്ടയോ ഒക്കെ ഉണ്ടാകും. അതൊക്കെ പൊട്ടിച്ച് അതിനുശേഷം അതിൻ്റെ തോട് അല്ലേ നിങ്ങൾക്ക് കിട്ടും. അവ ഉപയോഗിച്ചുകൊണ്ട് എന്തുണ്ടാക്കുക? നല്ല ഭംഗിയുള്ള ക്രാഫ്റ്റ് വർക്കുകൾ ഉണ്ടാക്കുക. അതാണ് ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. ചെയ്ത് നോക്കില്ലേ? അത് എടുക്കുമ്പോൾ മുട്ടയുടെ തോട് പൊട്ടിപ്പോവാതെ നോക്കണേ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? വ്യത്യസ്ത ഇനം ഓരോ ഭംഗിയുള്ള സംഭവങ്ങൾ. നിങ്ങൾക്കറിയോ അങ്ങനെ ഭംഗിയുള്ള ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കാൻ? ഇതാ നോക്കൂ, ഇതുപോലെ മുട്ടത്തോട് കൊണ്ട് ഉണ്ടാക്കിയതാണ്. നല്ല ഭംഗിയിൽ കളറെല്ലാം കൊടുത്ത് വെച്ചതാണ്. ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ? നോക്കിക്കേ, അല്ലേ എന്ത് ഭംഗിയാണല്ലേ കളറൊക്കെ കൊടുത്തിട്ട്. ഇങ്ങനെയൊക്കെ കളറ് കൊടുത്ത് ഓരോന്ന് മുട്ടത്തോട് ഉപയോഗിച്ച് ചെയ്യുക കേട്ടോ. അത് നിങ്ങൾക്ക് നല്ല രസമായിരിക്കും ചെയ്യാൻ, നല്ല ഇഷ്ടമുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഓരോ കളറുകളും പഠിക്കുകയും ചെയ്യാം, ഇതെല്ലാം പരിചയപ്പെടുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ പാഠം പഠിച്ചു കഴിഞ്ഞു. നിങ്ങളിതിൽ ഒരുപാട് പക്ഷികളെ പരിചയപ്പെട്ടു, അവരുടെ തൂവലുകൾ പരിചയപ്പെട്ടു, പിന്നെ നിറം പരിചയപ്പെട്ടു അല്ലേ. നിറവും പക്ഷികളുടെ പേരും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് നമ്മുടെ ചുറ്റുമുള്ള ഏത് പക്ഷിയുടെ പേര് ചോദിച്ചാലും അവയുടെ നിറം ചോദിച്ചാലും പറയാനറിയുമല്ലോ. ഈ ഒരു പാഠം പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് പക്ഷിയുടെ പേരും അവയുടെ നിറവും വ്യക്തമായി മനസ്സിലാവണം കേട്ടോ. അതിനോടൊപ്പം തന്നെ നമ്മുടെ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും നിങ്ങൾ എഴുതാൻ പഠിച്ചിട്ടുണ്ടാവുകയും വേണം.